ഗാനജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഓണാശംസകൾ അറിയിച്ചുകൊള്ളട്ടെ. ഓണം എന്നത് മലയാളികളുടെ ദേശീയോത്സവം മാത്രമല്ല, സാംസ്കാരികോത്സവവുമാണ്. ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓണപ്പൂക്കളമാണ്, അത്തപ്പൂക്കളമാണ് ഏറെ സവിശേഷതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വൃത്തത്തിനുള്ളിൽ പലതരം പൂക്കൾ കൊണ്ട് നമ്മൾ പൂക്കളമൊരുക്കുന്നു. അതിനകത്ത് പല നിറത്തിലുള്ളവ, പല സുഗന്ധമുള്ളവ, പല ആകൃതിയിലുള്ളവ. ഭാരതത്തിൻ്റെ ഒരു ജനാധിപത്യ മതേതര സ്വഭാവം അതിനകത്ത് വെളിപ്പെടുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിവിധ മതസ്ഥർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, പലതരം സംസ്കാരത്തിലുള്ളവർ, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ ഭാരതം. ഭാരതമാകട്ടെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ കേരളത്തിൻ്റെ ഒരു സന്ദേശമായി അത്തപ്പൂക്കളത്തെ പരിഗണിക്കാം. കാരണം എല്ലാവരും ഒത്തൊരുമയോടെ സാഹോദര്യത്തോടെ കഴിയുക എന്ന വലിയ സന്ദേശം ലോകത്തിന് ഈ അത്തപ്പൂക്കളത്തിലൂടെ കേരളം സമ്മാനിക്കുകയാണ്. ഓണത്തിന് പൂക്കളാണ് ഏറ്റവും പ്രധാനം. കണ്ടിട്ടില്ലേ, നമ്മുടെ കുട്ടികൾ തൊടികളിലും പറമ്പുകളിലുമൊക്കെ ഓടി നടന്ന് പൂക്കുടയിൽ പൂക്കൾ നിറച്ച് വീട്ടുമുറ്റത്ത് വന്നിരുന്ന് അത്തപ്പൂക്കളം ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ചലച്ചിത്രത്തിൽ, സാഹസം എന്നു പേരുള്ള ചലച്ചിത്രത്തിൽ, പൂവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. പറ 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 പറക്കണ പൂവി കളറാവണ്ടേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇത് കേൾക്കുമ്പോൾ പൂവ് പറക്കുമോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ. അപ്പൂപ്പന്താടി പറക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് പൂവല്ല, വിത്താണ്. ആ പാട്ടിൽ പൂവിനെ നമ്മൾ വീട്ടുമുറ്റത്തെ അത്തപ്പൂക്കളത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്, അല്ലെങ്കിൽ പൂക്കളം ഒരുക്കുകയാണ്. ഇതിൻ്റെ ഗാനരചയിതാവ് പൂക്കളെ പറത്തിവിടുന്നു ആകാശത്തേക്ക്. എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്, ആലോചിച്ചു നോക്കൂ. ഈ പാട്ടിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ചില ചോദ്യോത്തരങ്ങളാണ്, അരോചകമായ ചില ചോദ്യോത്തരങ്ങൾ. ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പൂക്കളം മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് മുണ്ടുമൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസം മൂട്, ഏത് മൂട് പപ്പടം മൂട്. ഇങ്ങനെ ഒരുപാട് മൂടുകളെക്കുറിച്ച് പറയും. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ആരും ഉള്ളിൽ എന്ത് ഉലക്കയുടെ മൂടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. ചിരന്തനവും പുരാതനവുമായ ആഘോഷമായതിനാലാവാം ഓണത്തെക്കുറിച്ച് പാടാത്ത മലയാള കവികളില്ല. നാടൻ പാട്ടുകൾ മുതൽ ചലച്ചിത്ര ഗാനങ്ങളും ആൽബം പാട്ടുകളും അങ്ങനെ ധാരാളം ഗാനങ്ങൾ ഓണത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓണത്തിൻ്റെ വളരെ പ്രധാനമായ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ടാണ് കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ളത്. സഹോദരൻ അയ്യപ്പൻ എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആ പാട്ട് ഓണക്കാലത്തിൻ്റെ സമൃദ്ധി വിളിച്ചറിയിക്കുന്നതാണ്. ഓണക്കാലത്തെ മാത്രമല്ല, ഏത് വിഷയത്തെക്കുറിച്ചും നന്നായി കവിതയും പാട്ടും എഴുതാൻ കഴിവുള്ള ONV കുറുപ്പ് ഓണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഓണത്തിൻ്റെ വരവറിയിക്കുന്ന തരത്തിൽ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ടുണ്ട്. ഓണപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വെളിപ്പൂ ഇതാ. കണ്ടോ, പൂവിനെ പറത്തുവിടുകയല്ല, ദൂരെ നിൽക്കുന്ന പൂവിനെ പോലും തൻ്റെ അരികിലേക്ക്, തൻ്റെ ഓണപ്പൂക്കളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് യഥാർത്ഥ കവി. ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് സലീൽ ചൗധരിയാണ്. യേശുദാസാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇവിടെ
ഈ മനോഹര തീരം എന്ന് കവി വിശേഷിപ്പിക്കുന്നത് വിദേശികൾ സ്വപ്നഭൂമിയെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിൻ്റെ മനോഹാരിത ഈ വരികളിൽ കവി ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. അടുത്ത ഗാനം വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയതാണ്. സലീൽ ചൗധരിയുടെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം. പൂവിളി പൂവിളി പൊന്നോണമായി ഈ പൂവിളിയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് ഓണക്കാലത്ത് ഏറെ കേൾക്കുന്ന ഒരു ഗാനമാണ്. ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഓണക്കാലത്തിറങ്ങിയ പല പാട്ടുകളും, നമ്മുടെ പാടിപ്പതിഞ്ഞ പാട്ടുകൾ പലതും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സലീൽ ചൗധരിയാണ്. മലയാളിയല്ലാത്ത ബംഗാളി സ്വദേശിയായ അന്യഭാഷക്കാരൻ എന്ന് നമ്മൾ പറയുന്ന സലീൽ ചൗധരി. പക്ഷേ അദ്ദേഹം നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തോട് പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലാണ് ആ പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. നാട്ടിൽ പൂവിളി വരുമ്പോൾ അതിനൊപ്പിച്ച് ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവ് പൂവിളി ഉയരുന്ന ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഈ പാട്ടിൽ. അതായത് ഇന്ന് തന്നെ കൊയ്യണം എന്നും നാളെ മുതൽ അത്തം ചിത്തിര ചോതി കഴിഞ്ഞാൽ 10-ാം നാൾ തിരുവോണം വരികയാണെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട് പുരോഗമിക്കുന്നത്. ഭാഗം വാങ്ങാൻ വരാൻ പൊന്നോണത്തുമ്പിയോട് പറയുന്നുമൊക്കെയുണ്ട് ഈ പാട്ടിൽ. പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതിയ ഒരു ഓണപ്പാട്ട് ശ്രദ്ധേയമാണ്. അതൊരു യുഗ്മഗാനമാണ്. ജി ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയതാണ്. ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ എന്ന് തുടങ്ങുന്ന ആ പാട്ട്, അതിനകത്ത് ഓണക്കോടി ഞൊറിഞ്ഞെടുക്കുന്നതും ഓണപ്പന്ത് മെനഞ്ഞെടുക്കുന്നതും അങ്ങനെ ഓണവുമായി ബന്ധമുള്ള ധാരാളം പ്രയോഗങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ കാലത്തുള്ള ഗാനരചയിതാക്കൾ ഓണമാകട്ടെ, വിഷുവാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷമാകട്ടെ, അതിനെക്കുറിച്ച് ഏത് പാട്ട് എഴുതിയാലും പൂർണ്ണമായും ആ ആഘോഷത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കും. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ അംഗപുഷ്പക്കുറിയിട്ട തമ്പുരാട്ടി എന്ന് തുടങ്ങുന്ന പാട്ടിൽ അത് കഴിഞ്ഞ് പല്ലവി കഴിഞ്ഞ് 3 ഭാഗങ്ങളുണ്ട്. വിഷു, പൂജ, ഓണം. ഈ 3 മലയാളികളുടെ ആഘോഷത്തെയും വയലാർ ആ പാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രവുമല്ല, പ്രണയവും ഓണവുമായി വളരെ തന്മയത്വത്തോടെ അദ്ദേഹം കൂട്ടിയിണക്കിയിട്ടുമുണ്ട്. ഓണത്തെക്കുറിച്ചുള്ള ഭാഗം ഇതാണ്. തുമ്പപ്പൂക്കളത്തിൽ തിരുവോണത്തിന് തുമ്പി തുള്ളാനിരുന്നപ്പോൾ പൂക്കിലെ കതിരുകൾക്കിടയിലൂടെ എന്നെ നീ നോക്കിക്കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ എന്നാണ്. നായിക തുമ്പി തുള്ളാൻ തയ്യാറായി ഇരിക്കുകയാണ്. ചുറ്റും തോഴിമാരുമുണ്ട്. നായികയുടെ കയ്യിൽ പൂക്കുലയുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരും. ഓരോ അതിൻ്റെ കതിരിനിടയിലും ചെറിയ ചെറിയ സ്പേസ് ഉണ്ടാകും. ആ അകലത്തിലൂടെ തന്നെ നായിക നോക്കിക്കൊതിപ്പിക്കുകയാണ് എന്ന് വയലാർ നായകന് വേണ്ടി പാടുന്നു. എത്ര ഉജ്ജ്വലമായ പ്രയോഗമാണെന്ന് നോക്കുക. നോക്കിക്കൊതിപ്പിക്കുക. നോക്കിക്കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ? ഇവരുടെ ഓർമ്മയിലൂടെയാണ് ഈ ഓണത്തെക്കുറിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ വിഷുവിനെക്കുറിച്ച്, പൂജാ വയ്പ്പിനെക്കുറിച്ചുമൊക്കെ നായകൻ പാടുന്നത്. അതാണ് ഈ ഗാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രശസ്തമായ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജനും ഇത് പാടി മനോഹരമാക്കിയത് യേശുദാസുമാണ്. 1975 വന്ന തിരുവോണം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ മനോഹരമായ ഒരു ഓണപ്പാട്ടുണ്ട്. വേറിട്ട് നിൽക്കുന്ന ഒരു ഗാനമാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി എന്ന് തുടങ്ങുന്ന പാട്ട്. MK അർജുനൻ്റെ സംഗീതത്തിൽ വാണി ജയറാമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. തിരുവോണം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റങ്ങൾ മാത്രമല്ല, മലയാളികളുടെ മുഴുവൻ മനസ്സും
പൂക്കളം കൊണ്ട് നിറയുന്നു എന്ന് പറഞ്ഞാണ് ഈ ഗാനം ശ്രീകുമാരൻ തമ്പി ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായ ഭാവനയാണെന്നോ. ഇത്തരം നല്ല നല്ല ഓണപ്പാട്ടുകൾ നമുക്ക് ധാരാളമായി പിറന്നിട്ടുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ഓണത്തിൻ്റെ സംസ്കാരത്തിന് മാറ്റമില്ല. ചില ചെറിയ ചെറിയ ഭേദങ്ങൾ വരുമെന്നല്ലാതെ ഓണം മലയാളികളുടെ മനസ്സിൽ എന്നും ഗൃഹാതുരത്വത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ആഘോഷമാണ്. ഒരു ഓണം കഴിയുമ്പോൾ അടുത്ത ഓണത്തിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് തന്നെ അതിൻ്റെ മകുടോദാഹരണമാണ്. എന്തായാലും ഈ ഒരുമയും സാഹോദര്യവും സന്തോഷവും അലതല്ലുന്ന ഈ ഓണക്കാലത്ത് എല്ലാവർക്കും ഗാനജാലകത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ.